எங்களை எல்லாரும் பயன்படுத்திட்டு இருக்கீங்க. இந்த கொலை நடந்த விஷயம் தெரிஞ்சதும் அலெக்சாரும் அவர் ஆளுங்களும் இங்கேருந்து போயிட்டாங்க. போலீஸ் இங்கே வந்து அத்தனை அப்பாவி மக்களையும் கொலைகாரன் சொல்லி பிடிச்சிட்டு போயிட்டாங்க. நாங்கள் என்ன பாவம் பண்ணோம், என்ன பாவம் பண்ணோம் சார்? ഇന്നലെ രാത്രി മുഴുവൻ അലക്സ് ഇവിടെ ഉണ്ടായിരുന്നു. இங்கே தான் இருந்தோம். இந்த நிலம் வைக்கிறத பற்றி ஏதோ சட்டமெல்லாம் பேசினா. இந்த கொலை பண்ணது அவங்க இல்லை. பின்னாரா அது யாருக்கு தெரியும்? எங்கள் ஆளுங்களை போலீஸ் அடித்து கொண்டுடுவாங்க. அவங்கள உங்களால் காப்பாற்ற முடியுமா? ഞാൻ നോക്കാം. இங்கே நிம்மதியாக வாழ்ந்துட்டு இருந்த எங்களை நீ தான் இதுக்குள்ளே இழுத்து போட்ட. ഞാനൊന്നും ചെയ്തില്ല. உங்கள் காசை வாங்கி ஒப்பு போட்டது எங்கள் அப்பா. அதை நாங்கள் மதிக்கிறோம். நாங்கள் இந்த நிலம் விட்டு கொடுத்தா போதுமா உங்களுக்கு? அதுக்காக தானே வந்தேன். இந்த காடு முழுக்க வாங்கி சாப்பிட்டுக்கங்க. ഞാൻ വരും. തമിഴ്നാട് അതിർത്തിയിലുള്ള അറുകാണിക്കാട്ടിനുള്ളിൽ പോലീസ് ഉദ്യോഗസ്ഥനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. തമിഴ്നാട് തക്കല സിഐ ശക്തികുമാറിനെയാണ് ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. തക്കല പോലീസ് ക്വാർട്ടേഴ്സ് പോലീസ് ജീപ്പിന് സമീപമാണ് മൃതദേഹം. 7 മാസത്തിനിടെ തമിഴ്നാട്ടിൽ ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്ന 4ാമത്തെ പോലീസ് ഉദ്യോഗസ്ഥനാണ് ശക്തികുമാർ. തൂത്തുക്കുടി SI അരസു, സേലം SI തിലകവതി, നാഗർകോവിൽ SI ശിവരാജ് എന്നിവരാണ് ഇതിനു മുൻപ് കൊല്ലപ്പെട്ട മറ്റു 3 പേർ. അവൾ അവരുടെ കൂട്ടത്തിലുള്ള ആളാണെങ്കിൽ മൂപ്പനത് അറിയില്ലേ? പിന്നെന്തിനാണ് അവളത് ചെയ്തത്? മൃതദേഹങ്ങളുടെ മുഖങ്ങൾ വികൃതമാക്കുന്ന പ്രാകൃതമായ ശൈലിയാണ് മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കമല കൊലപാതകങ്ങൾക്കെല്ലാം. അതേ ശൈലിയിലാണ് ഈ 4 കൊലപാതകങ്ങളും നടന്നിരിക്കുന്നത് എന്നതാണ് ഇതിനു പുറകിലും കമല ഗ്രൂപ്പാണെന്ന പോലീസിന്റെ സംശയം ബലപ്പെടുത്തുന്നത്. ശരീരത്തിലെത്തിയാൽ നിമിഷങ്ങൾക്കകം മരണം സംഭവിക്കാവുന്ന അതിതീവ്രമായ ഒരു രാസവസ്തു ഉപയോഗിച്ചാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയിരിക്കുന്നതെന്നാണ് ഫോറൻസിക് വിഭാഗത്തിന്റെ കണ്ടെത്തൽ. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ധനേഷ് ലൈനിലുണ്ട്. ഇതെന്താ കുടിക്കാമോ? പിന്നെ ഗംഗാ നദിയിൽ നിന്നുള്ള വെള്ളം. ഇതിനേക്കാൾ ഡേഞ്ചറസ് ആയിട്ടുള്ള ആസിഡ്സ് ഉണ്ട് നമ്മുടെ ബോഡിക്കകത്ത്. നമ്മളെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയാണ് അവൾ ആ ഡോക്യുമെന്റ്സ് കത്തിച്ചത്. അവൾ കമലയല്ല, ഫിസയല്ല, വിമലകുമാരിയും. പിന്നെ പ്രിയ, ഇന്ന് മോർണിംഗ് ബുള്ളറ്റിനിൽ ഒരു കമല ന്യൂസ് കവർ ചെയ്തില്ലായിരുന്നു? എനിക്കതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് വേണം. ബസ് ലേറ്റായോ? I have prepared sandwich for you. Come. ലളിതാക്ക ഇന്ന് വന്നില്ലേ? വന്നിരുന്നു. അക്കടെ കാലും ചുരുട് നീര്. ഞാൻ പോയി ഡോക്ടറെ കാണാൻ പറഞ്ഞു. How was അമ്മമ്മ? ഫൈൻ. നിധി ചേച്ചിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ലെറ്റർ ഉണ്ട്. I will get it for you. മെറിറ്റിൽ അഡ്മിഷൻ കിട്ടുന്ന ആദ്യത്തെ ട്രൈബൽ സ്റ്റുഡന്റ് ആയിരുന്നു കമല. സത്യത്തിൽ അവളുടെ റിവോൾട്ട് തുടങ്ങുന്നതും ആ ക്യാമ്പസിൽ നിന്നാണ്. അത്രമാത്രം അവൾ ആ ക്യാമ്പസിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. ബൈ സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, അങ്ങനെയെല്ലാം. ഒടുവിൽ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് മടങ്ങിപ്പോയിട്ടാണ് ഇങ്ങനെ ഒരു ട്രൈബൽ മൂവ്മെന്റ് കമല തുടങ്ങുന്നത്. മീഡിയയിലൊക്കെ അക്കാലത്ത് ഒരുപാട് വന്നിട്ടുള്ള സ്റ്റോറിയാണ്. ശ്രദ്ധിച്ചിട്ടില്ലേ? അമ്മ ഇതിനകത്ത് വൈഫൈ കാണിച്ചാണല്ലോ. സ്റ്റഡി ആപ്പിൽ എന്തിനാ വൈഫൈ? അതിൽ മെമ്മറി കുറവാ കണ്ണാ. ഇനി വരുമ്പോഴേ അവൻ്റെ ടാബിൽ ആപ്പ് ലോക്ക് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണേ. കമല എങ്ങനെ മിസ്സിംഗ് ആവുന്നത്? അതൊരു വർഷം മുമ്പാണ്. പോലീസുകാർ തന്നെ കൊന്നതാണെന്നും പ്രേമിച്ച് ഒളിച്ചോടിയതാണെന്നും അതല്ല ISC ചേർന്നതാണെന്നും അങ്ങനെ പല കഥകളുണ്ട്. പക്ഷെ എന്തായാലും അതോടെ ഈ മൂവ്മെന്റ് ഇല്ലാതായി. ഇപ്പോ ഈ മർഡർ സീരീസ് സ്റ്റാർട്ട് ചെയ്യണവരെ. ഈ കമലയ്ക്ക് RECയിൽ വല്ല ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നോ? അറിയില്ല, അന്വേഷിക്കേണ്ടി വരും. അത്യാവശ്യമാണോ? അതെ. നോക്കട്ടെ, ഞാൻ വിളിക്കാം. അല്ല, എന്താ കാര്യം?
പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. ഗുഡ്. അപ്പം ഞാൻ ചോദിക്കില്ല. ശരി. നീ ചിന്തിക്കുന്നത് കറക്റ്റ് ലൈല സഫ്ര. ഈ കമലയ്ക്ക് RECയിലുണ്ടായിരുന്ന ഏതോ ഒരു ലെസ്ബിയൻ ഫ്രണ്ടാണ് ഈ പെണ്ണ്. ആ ലെസ്ബിയൻസ്, അതാണ് അവക്ക് ഞാൻ തൊട്ടപ്പോൾ ചൊറിഞ്ഞത്. വെറുതെ അല്ല. അവള് ടെററിസ്റ്റ് ആണ്. അല്ലെങ്കിൽ വെറുതെ ഒരു പെണ്ണ് കരയായിട്ട് പഠിക്കേണ്ട കാര്യമുണ്ടോ? നെക്സ്റ്റ് വീക്ക് അപ്പാടെ ട്രസ്റ്റിൻ്റെ പേരിൽ ഈ വീട് രജിസ്റ്റർ ചെയ്യണം. ഞാൻ അമ്മാമ്മയോട് സംസാരിച്ചു. ഗുഡ്. അപ്പ ഓൾവേസ് വാണ്ടഡ് ദാറ്റ്. അങ്ങനെ ഫ്രണ്ട്സ് ആരും ഉണ്ടായിരുന്നില്ല കമലയ്ക്ക് അവിടെ. അതാണല്ലോ ആ ക്യാമ്പസിൽ അവൾ നേരിട്ട പ്രധാന പ്രശ്നവും. ആകെ കൂടി അവൾക്ക് അവിടെ സപ്പോർട്ടായിരുന്നത് അവളുടെ ഒരു പ്രൊഫസറാണ്, വൺ അഗസ്തി. ഈ കമല മിസ്സിംഗ് ആയതിനു ശേഷവും അതിന്റെ പിന്നിലെ മിസ്റ്ററി സോൾവ് ചെയ്യണമെന്നൊക്കെ ആവശ്യപ്പെട്ട് കുറെ ഹ്യൂമൻ റൈറ്റ്സ് കേസും ഒക്കെ ആയിട്ട് നടന്നിരുന്നു ഈ പ്രൊഫസർ. ഈ അഗസ്തി ഇപ്പോൾ എവിടെയാണ്? ഹീസ് ഡെഡ്. ആ മരണവും ഒരു വലിയ കോൺട്രവേഴ്സി ആയിരുന്നു. അഗസ്തിക്ക് ഒരു മകളുണ്ടായിരുന്നു. ഹി വാസ് എ ബാച്ചിലർ. ഒരു മിനി അബ്ദുൽ കലാം ടൈപ്പ്. റിസർച്ചും ടെക്നോളജിയും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു ജീവിതം. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നിലുള്ള കോൺട്രവേഴ്സി? ഈ അഗസ്തി പഠിക്കാൻ ബ്രില്യൻ്റ് ആയ കുറച്ച് ഓർഫൻ കുട്ടികളെ സ്പോൺസർ ചെയ്തിരുന്നു. അതിൽ 2 കുട്ടികൾ സ്കോളർഷിപ്പോ മറ്റോ കിട്ടി ട്രിച്ചിയിലെത്തിയപ്പോൾ ഇവർ 3 പേരും കൂടി ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങി. ഒരു അൺയൂഷ്വൽ ഫാമിലി. അത് തന്നെയായിരുന്നു അഗസ്തി ആ ട്രാജഡിയിലേക്ക് നയിച്ചത്. എല്ലാ ജീനിയസിനും ഒരു ഫ്ലിപ്പ് സൈഡ് കാണുമല്ലോ. ജീവനുള്ള ഒരു ഹ്യൂമൻ ബോഡിയിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യാവുന്ന ഡൈജസ്റ്റീവ് ആസിഡിൻ്റെ ക്വാണ്ടിറ്റിയാണിത്. ഞാനിത് പറഞ്ഞപ്പോൾ കോളേജിലെ കാര്യം പോട്ടെ, നീ പോലും സംശയിച്ചില്ലേ? ദിസ് ഇസ് ടേക്കൺ ഫ്രം മൈ ഓൺ ബോഡി. കറക്റ്റ് കോമ്പിനേഷൻ ആണെങ്കിൽ ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഏതൊരു ആസിഡിനേക്കാളും പവർഫുള്ളാണിത്. അതാണ് ഹ്യൂമൻ ബോഡിയുടെ പവർ. ബട്ട് വി ആർ യെറ്റ് ടു റിയലൈസ് ദാറ്റ്. ഹലോ, നിന്നോടാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അസൈൻമെന്റ് നാളെ സബ്മിറ്റ് ചെയ്യാനുള്ളതാപ്പാ. ഇതിൻ്റെ ഫസ്റ്റ് പേജ് ഞാനൊന്ന് എഡിറ്റ് ചെയ്തിട്ടുണ്ട്, നീ ശ്രദ്ധിച്ചില്ല. ഇതാണ് ഞാൻ കോൺസെൻട്രേഷനെ കുറിച്ച് പറയുന്നത്. എവിടെ? കുറച്ച് സിം കാർഡ്സ് കൂടി കിട്ടാൻ ചാൻസ് ഉണ്ടോ അപ്പാ? നോക്കാലോ, പക്ഷേ ഇത് റീസൈക്കിൾ ചെയ്ത് കിട്ടുന്ന സ്വർണം മുഴുവൻ എനിക്ക് തരണം. കളിയാക്കണ്ട. ദർ ഈസ് ഗോൾഡ് ഇൻ ദിസ്. വളരെ ചെറിയ ക്വാണ്ടിറ്റി ആണേ ഉള്ളൂ. എൻ്റെ സ്കൂൾ പ്രൊജക്ട് അനാലിസിസ് കഴിയുമ്പോൾ നോക്കിക്കോ. വരട്ടെ, പ്രോജക്റ്റ് അനാലിസിസ് വരട്ടെ. എന്താ, ഇഷ്ടപ്പെട്ടില്ലേ? നിധി അഗസ്തി, അതാണ് ഭംഗി. ആൻഡ് യു ആർ മയൂര അഗസ്തി, മൈ ഫ്യൂച്ചർ സ്പേസ് സയന്റിസ്റ്റ്. I now know what's called family. My sweet appa. ഫോൺ. ഹലോ. Hello. Who's this? Who are you to say that? I will fight for Kamala. She deserves justice.